നീണ്ട 29 വർഷങ്ങൾ കേരള നിയമസഭയിൽ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച ആര്യാടൻ മുഹമ്മദിന്റെ പിൻഗാമിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ത്രികോണ മത്സരത്തിൽ 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആധികാരിക വിജയം നേടിയ അദ്ദേഹത്തിന്റെ പുത്രൻ ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലേക്ക് എത്തുകയാണ്. കേരള അസംബ്ലിയിലെ 6, 8, 9, 10, 11, 12, 13 നിയമസഭകളിൽ അംഗമായിരുന്ന ഉറച്ച മതേതര നിലപാടുകളുള്ള കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് വിവിധ കോൺഗ്രസ് മന്ത്രിസഭകളിൽ വൈദ്യുതി, ഗതാഗതം തുടങ്ങിയ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു. പിതാവിന്റെ പാതയിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഷൗക്കത്ത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പി.വി. അൻവറിനോട് പരാജയപ്പെടുകയായിരുന്നു. ഇടതുപക്ഷ സ്വതന്ത്രനായി ജയിച്ച പി.വി. അൻവർ പിണറായിയുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ കുന്തമുനയായി പ്രവർത്തിച്ച് എൽ.ഡി.എഫിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയെങ്കിലും എ.ഡി.ജി.പി. അജിത് കുമാറുമായി ഉണ്ടായ ഭിന്നതയെ തുടർന്ന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ എം.എൽ.എ. സ്ഥാനം രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത്. തന്നെ കോൺഗ്രസിലേക്കെടുക്കുകയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയമുറപ്പുള്ള സീറ്റായ തിരുവമ്പാടിയിൽ മത്സരിപ്പിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ നിർണായകമായ മന്ത്രിസ്ഥാനമോ നൽകണമെന്നും ഉപതെരഞ്ഞെടുപ്പിൽ വി.എസ്. ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നും അൻവർ കോൺഗ്രസിനോട് ബാർഗെയിൻ ചെയ്തെങ്കിലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കടുത്ത നിലപാടിൽ അൻവറിന്റെ എല്ലാ വാദഗതികളും തള്ളിക്കളഞ്ഞ് കോൺഗ്രസ് തൽസ്ഥാനത്ത് ഷൗക്കത്തിനെ ഇറക്കിക്കൊണ്ടാണ് സി.പി.എമ്മിന്റെ കയ്യിലിരുന്ന ഒരു സീറ്റ് കൂടെ പിടിച്ചെടുത്തത്. അതുകൊണ്ടുതന്നെ ഷൗക്കത്തിന്റെ വിജയം കോൺഗ്രസിന്റെ വിജയം എന്നതിനപ്പുറത്തേക്ക് സതീശന്റെ വിജയം കൂടിയാണ്. സെഞ്ചുറി മോഹവുമായി തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടുമൊക്കെ അറംപയറ്റ് പയറ്റിയ സി.പി.എം തൃപ്പൂണിത്തറയിൽ തോറ്റമ്പിയിട്ടും അത് അംഗീകരിക്കാതെ കോടതിയിൽ പോയി അവിടെ തോറ്റ സ്വരാജിനെ കളത്തിലിറക്കി വമ്പൻ പ്രചാരണത്തിന് കളമൊരുക്കിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭരണപരാജയത്തിൽ 99 നിന്ന് 98 ചുരുങ്ങേണ്ട പരമഗതികേടിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. തീവ്രവാദത്തിന്റെ ചുവയുള്ള മദനി പാർട്ടിയുടെ വോട്ടുകൾ കൂടെ കയ്യാളി വിജയിച്ചു കയറാമെന്ന് കണക്കുകൂട്ടിയ മുഖ്യമന്ത്രി പിണറായിയുടെ ഭരണത്തിനെതിരെയുള്ള കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം കൂടെയാണ് സ്വരാജിനെ തോൽപ്പിച്ച് മൂലക്കിരുത്തിയിരിക്കുന്നത്. ഇന്ത്യ പാക് യുദ്ധത്തിന്റെയും ഇസ്രായേൽ-ഇറാൻ യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ മണ്ഡലത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും അപ്പുറത്ത് അത്ര വലിയ വാർത്താ പ്രാധാന്യമോ ഓളമോ ഒന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും വിലക്കുള്ളതും കടുത്ത ഇസ്ലാമിക മതവാദത്തിനും വർഗീയതയ്ക്കും പുകൾപെറ്റതും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും നിന്ന് ഇന്ത്യക്ക് വലിയ തലവേദന ഉണ്ടാക്കുകയും എക്കാലത്തും പൊളിറ്റിക്കൽ ഇസ്ലാമിസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആഗോള ജമാഅത്ത് ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിന്റെ ഇന്ത്യൻ പതിപ്പിന്റെ വോട്ടും പിന്തുണയും വാങ്ങിക്കൊണ്ടാണ് ഷൗക്കത്തിന് സതീശൻ വിജയത്തിന് കളമൊരുക്കിയത് എന്നത് ഈ വിജയത്തിന് വല്ലാതെ കളങ്കമേൽപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഷൗക്കത്തിന്റെ പിതാവായ ആര്യാടൻ മുഹമ്മദ് ആകട്ടെ ജമാഅത്ത് ഇസ്ലാമിയെ നിശിതമായി വിമർശിക്കുകയും ആ പ്രസ്ഥാനം നാടിന് ആപത്താണെന്നും അവരെ നിരോധിക്കണമെന്ന് നിലപാടെടുക്കുകയും ചെയ്ത ആളാണെന്ന കാര്യം ഇതോട് ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. എന്നിരുന്നാലും കേരളത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും ഹമാസിന് സ്തുതിപാടുകയും ചെയ്ത എം സ്വരാജിനും കളങ്കിത കച്ചവടക്കാരനായ പി.വി. അൻവറിന്റെ മുതലെടുപ്പ് രാഷ്ട്രീയത്തിനുമെതിരായി വിധിയെഴുതിയ നിലമ്പൂരുകാർക്ക് അഭിനന്ദനങ്ങൾ.